നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ലെവൽ കോഴ്സുകൾക്ക് നാഷണൽ ലെവലിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള CUET എൻട്രൻസ് എക്സാമിനേഷന് 2026 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ 2026. നമുക്കറിയാം, ഇന്ത്യയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് മുഴുവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ പ്രാധാന്യമുള്ള കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ ലഭിക്കാൻ CUET എക്സാമിനേഷൻ്റെ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ അഗ്രികൾച്ചർ കോഴ്സുകൾ റൺ ചെയ്യുന്ന ക്യാമ്പസുകളുണ്ട്. ഇതിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഇതുപോലെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഏകദേശം 1,00,000-ഓളം ഡിഗ്രി കോഴ്സുകൾക്കാണ് ഈ ഒരു CUET എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുക. ഇനി നോർമൽ ഗവൺമെൻറ് സെക്ടറിലുള്ള ക്യാമ്പസുകൾ മാത്രമല്ല, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാനും നമുക്ക് ഈ CUET എക്സാമിനേഷൻ്റെ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ICAR. ഈ ICAR യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന 13ഓളം ഡിഫറൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും നമ്മൾ ഈ CUET എക്സാമിനേഷൻ്റെ സ്കോറാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും +2 കഴിഞ്ഞവരും CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻസും മനസ്സിലാക്കേണ്ടത് CUET.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതും എക്സാമിനേഷൻ ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നമുക്കറിയാം, മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷനും എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ JEE എക്സാമിനേഷനും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഈ NTA ആണ്. ആ NTA തന്നെ നടത്തുന്ന എക്സാമിനേഷനാണ് ഈ CUET എക്സാമിനേഷൻ. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ജാനുവരി 3 മുതൽ 31 വരെയാണ് സമയമുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ജാനുവരി 3-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇൻ ബിറ്റ്വീൻ CUETയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നമ്മൾ കണ്ടു കഴിഞ്ഞു, +2-വിന് ശേഷം ഇന്ത്യ മുഴുവനുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഒക്കെ നമ്മൾ ഈ CUET എക്സാമിനേഷൻ വഴിയാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ എങ്ങനെയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്? ഈ CUET എക്സാമിനേഷന് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം, ഇതൊന്നും ഇപ്പോൾ അപ്ലൈ ചെയ്യണ്ട. ഇപ്പം ചെയ്യേണ്ടതൊന്ന് മാത്രം, CUET എന്ന എക്സാമിനേഷൻ വഴി ഏതൊക്കെ സബ്ജക്റ്റ് ഞാൻ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. ഏകദേശം 29ഓളം സബ്ജക്റ്റുകളാണ് എക്സാമിനേഷൻ CUET വഴി എഴുതാൻ സാധിക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, ഈ CUET എക്സാമിനേഷൻ എഴുതി ഏത് യൂണിവേഴ്സിറ്റിയിലാണോ എനിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടി വരിക എന്ന് മനസ്സിലാക്കിയിട്ട് അത് CUETയിൽ സെലക്ട് ചെയ്യണം. ഈ വർഷത്തെ എക്സാമിനേഷൻ എല്ലാം CUET നടത്തുന്ന എക്സാമിനേഷൻ മെയ് 11-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഇൻ ബിറ്റ്വീൻ ഡേയ്സിലാണ് എക്സാമിനേഷൻ നടക്കുക. ഈ എക്സാമിനേഷൻ എല്ലാം ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പോൾ ഈ ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 സബ്ജക്റ്റ് വരെ എക്സാമിനേഷൻ എഴുതാം. എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായ ICARലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് വേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്സ് സബ്ജക്റ്റുകളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അതിന് അഡ്മിഷൻ വേണ്ട സബ്ജക്റ്റുകളാണ് CUET വഴി നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ CUET എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ എഴുതുന്ന സബ്ജക്റ്റുകളുടെ റിസൾട്ട് ജൂണിൽ പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കോർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിലൂടെ ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ CUET എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമിനേഷനാണ്.
സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷനാണ്. ഇതിന് പഠിക്കേണ്ടതോ 11th 12th പഠിക്കുന്ന സെയിം സിലബസ് തന്നെയാണ് CUET എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുക. പഠിക്കേണ്ട സിലബസ് ആ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന +2വിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ഫിഷറീസ് ഇതുപോലുള്ള കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും CUET എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞു, CUET.nda.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ 2026 ജാനുവരി 3-നും 31-നും ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈനായി മെയിൽ നടക്കുന്ന പരീക്ഷ എഴുതുക. നല്ല റിസൾട്ട് സ്കോർ ചെയ്തുകൊണ്ട് +2വിന് ശേഷം മികച്ച ക്യാമ്പസുകളിൽ ഡിഗ്രി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഇനി എൻട്രൻസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം തന്നെ CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസുകൾ വേണം, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ വീഡിയോ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഓർക്കുക, ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ബാച്ചിലോ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷനോ എഞ്ചിനീയറിംഗ് പ്രൊഫഷനോ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം CUET എക്സാമിനേഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇനി ആൽഫ അക്കാഡമിയുടെ ആലപ്പുഴ ബ്രാഞ്ചിലോ കോട്ടക്കൽ ബ്രാഞ്ചിലോ UAE ബ്രാഞ്ചിലോ എവിടെയും ആവട്ടെ, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമിയിൽ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ഓർക്കുക, നന്നായി പഠിക്കുക, മോഡൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക, പബ്ലിക് എക്സാമിനേഷൻ ഏത് ജയിക്കണോ അതിന് വേണ്ട രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാ സംശയങ്ങൾ തീർത്തു തരാനും മിടുക്കരാക്കി നല്ല വിജയം നേടിത്തരാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.